KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനെതിരെ വിജിലൻസ് കേസ്. കോവിഡ് കാലത്ത് പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യാനായി കൂടിയ വിലയ്ക്ക് അരി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. KM ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കുറച്ചധികം നേരമായി തോന്നുന്നു ഉമേഷ് അവിടെ വെയിലും കൊണ്ട് കാത്തു നിൽക്കുന്നു. ഞങ്ങൾ ഗുജറാത്തിൽ ഇന്ന് അവിടെ വിശാല കോൺഗ്രസ് സമിതി ചേരാനിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോവുക, അവരുടെ ഒരു പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. അതുകൊണ്ടാണ് ഉമേഷിലേക്ക് എത്താൻ കുറച്ച് നേരം വൈകിയത്. ഇവിടെയും പറയേണ്ടത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. VP സജീന്ദ്രനെതിരെ വലിയൊരു അഴിമതി, എനിക്ക് തോന്നുന്നു 4 ലക്ഷത്തിലധികം രൂപ അഴിമതി നടത്തിയെന്ന കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഈ കേസിൻ്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് ഉമേഷ്? വിനിഷ, ഇത് യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന ഒരു അഴിമതി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതിയിൽ ഒരു പരാതി, ഒരു ഹർജി വരുന്നത്. കോവിഡ് കാലത്ത് 2020 അന്ന് കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തുനാട് താലൂക്കിലെ 8 പഞ്ചായത്തുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനായി ഈ BPCLൻ്റെ CSR ഫണ്ട് അനുവദിച്ചിരുന്നു. BPCLൻ്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്ന് 4,50,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. ഈ തുക ഉപയോഗിച്ച് ഈ 8 പഞ്ചായത്തുകളിലേക്ക് അരി വാങ്ങാൻ അന്നത്തെ MLA ആയിരുന്ന VP സജീന്ദ്രൻ തീരുമാനിക്കുകയാണ്. അരി വാങ്ങി പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 4,50,000 രൂപ BPCLൻ്റെ CSR ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്നത്തെ വിപണി വില കിലോയ്ക്ക് 15 രൂപയായിരുന്നു. പക്ഷേ 15 രൂപയ്ക്ക് വാങ്ങാതെ അതിൻ്റെ നേരെ ഇരട്ടി 30 രൂപയ്ക്ക്, കിലോയ്ക്ക് 30 രൂപ എന്ന നിരക്കിൽ 15,000 കിലോ അരി ഈ 8 പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യാനായി വാങ്ങുകയാണ്. അങ്ങനെ 4,50,000 രൂപ, കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ 15,000 കിലോ അരി വാങ്ങി ഈ പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്തു. ഇതിലാണ് ഈ പരാതിക്കാരൻ വലിയ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 15 രൂപ, കിലോയ്ക്ക് 15 രൂപയ്ക്ക് അരി കിട്ടും എന്നിരിക്കെ അതിൻ്റെ നേരെ ഇരട്ടി വില വാങ്ങി 30 രൂപയ്ക്ക് ഇങ്ങനെ അരി വാങ്ങി വിതരണം ചെയ്തതിൽ വലിയ ക്രമക്കേടുണ്ടായിട്ടുണ്ട്, അഴിമതി ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് അവിടുത്തെ MLA ആയിരുന്ന VP സജീന്ദ്രനും അന്നത്തെ താലൂക്ക് സപ്ലൈ ഓഫീസറും ചേർന്നാണ് ഇത്തരത്തിൽ അഴിമതി നടത്തിയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അന്ന് ഈ അരി വാങ്ങിയത് പെരുമ്പാവൂർ നമ്പ്യാട്ടുകുടിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ്. അഗ്രോ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ഇങ്ങനെ അരി വാങ്ങി വിതരണം ചെയ്തത്. ഇതിലെ ഈ അഴിമതി ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VP സജീന്ദ്രൻ, അന്നത്തെ MLA ആയിരുന്ന VP സജീന്ദ്രൻ, ഇപ്പോഴത്തെ KPCC വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം, VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് കോടതി ഉത്തരവായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് VP സജീന്ദ്രൻ MLAക്കെതിരെയും ഒപ്പം ഈ സ്വകാര്യ സ്ഥാപനം നൽകിയ അരി ഇവർക്ക് വിറ്റ ആ സ്വകാര്യ സ്ഥാപനം അഗ്രോ ഇൻഡസ്ട്രി MD ജോർജ് വല്ലത്തിനെതിരെയും ഈ 2 പേർക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് കേസെടുത്തത്. ആ സാഹചര്യത്തിലാണ് കേസെടുത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും വിജിലൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിനിഷ. KM ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.